മലയാളം ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ ശൈത്യവലി മാസ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദിലെന്നെ നൂറേനെയൊക്കെ കൂട്ടിയിട്ട് അനുമോളുടെ ബോയ് ഫ്രണ്ടിൻ്റെയും അതേപോലെ ലൈഫ് സ്റ്റോറിനെ കുറിച്ചൊന്നും ഞാനല്ല ഈ ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞത്. അത് മസ്താനിയാണ് പറഞ്ഞത്. അത് ആര്യനോടാണ് പറഞ്ഞത്. ആര്യനാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. ഞാൻ ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ആര്യനോട് നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശൈത്യ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ലിവിങ് റൂമിലിരുന്ന് ചോദിക്കുകയാണ്, ആര്യ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അനുമോളുടെ എന്തെങ്കിലും ലവ് സ്റ്റോറിയെ കുറിച്ചോ ബോയ് ഫ്രണ്ടിനെ കുറിച്ചോ പറഞ്ഞിട്ടുണ്ടോ? നീ അല്ലേ എന്നോട് ആ കാര്യം പറഞ്ഞത്? അതെ, ഞാൻ അതിനെ പറഞ്ഞത്. നിന്നോട് പറഞ്ഞത് മസ്താനി അല്ലേ? അല്ല, മസ്താനി അല്ല എന്നോട് പറഞ്ഞത്. എനിക്കിത് പുറത്തുനിന്ന് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്. ആദിലെ നൂറ അവിടെ ശശിയാവുകയാണ്. കാരണം ആദിലെ നൂറ ഇത് മസ്താനിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് മസ്താനീനോട് ചോദിപ്പിക്കുന്നു. അനുമോളുടെ അടുത്ത് പോയി ദേഷ്യപ്പെടുന്നു. അങ്ങനെയൊക്കെ വലിയ കാര്യമായിട്ട് വന്നതാണ്. ആദിലെ നൂറ അപ്പോൾ ശൈത്യനോട് ചോദിച്ചു, നീയല്ലേ പറഞ്ഞ മസ്താനിയാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യ വേഗം വിഷയം മാറ്റിയിട്ട്, അനുമോളെ നിൻ്റെ സീരിയൽ നാടകമൊന്നും നീ ഇവിടെ എടുക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വേഗം മിണ്ടാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആര്യനോട് പറയുകയാണ്, എടാ ആര്യ, എന്നാലും നീ എന്തിനാണ് മസ്താനിയല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്തിനാണ് മാറ്റി പറഞ്ഞത്? അതിനിപ്പോൾ എന്തിനാണ് നിനക്ക് കുഴപ്പമാണ്? നീയല്ല എന്നോട് ആ കാര്യം പറഞ്ഞത്. എനിക്ക് ഓൾറെഡി പുറത്തുനിന്ന് അറിയുന്ന കാര്യം തന്നെയാണ്. നീ അത് വിട്. ആദിലെ നൂറേൻ അവർ ഞാൻ നുണ പറഞ്ഞു എന്ന് വിചാരിക്കൂലേ? നീ എന്തിനാണ് അവരെയൊക്കെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്? നീ അത് വിട് ശൈത്യ. അവരോടൊന്നും നീ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. അവരുടെ മുമ്പിൽ നിൻ്റെ ഇതൊന്നും നീ ആക്കി കാണിക്കൊന്നും വേണ്ട. നിനക്കറിയാം നീയല്ല എന്നോട് പറഞ്ഞതെന്ന്. എനിക്കറിയാം ഞാനാണ് നിന്നോട് പറഞ്ഞതെന്ന്. അതുപോലെ നിനക്ക് എന്ന് പറഞ്ഞിട്ട് ആര്യൻ അവിടെ വിഷയം മാറ്റി വിടുന്നുണ്ട്. അപ്പോഴേക്ക് അക്ബർ പറയുന്നുണ്ട്, മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഈ നെവിൻ്റെ ഒരു മാറ്റം അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ പണ്ടേ ജിസേലിനോടൊക്കെ പറഞ്ഞത് അവൻ ഫേക്കാണ്, വിശ്വസിക്കരുത് എന്ന്. ഇപ്പോൾ അവൻ നമ്മുടെ ഭാഗത്ത് പോലും വരുന്നില്ല. നമ്മളുമായിട്ട് ഒരു ഇതിനും നിൽക്കുന്നില്ല അവൻ.